ചർച്ചകൾ നടക്കുംതോറും പരിഹാരമാകാതെ മലപ്പുറത്തെ ലീഗ് കോൺഗ്രസ് തർക്കം തുടരുന്ന താനൂരിലും പരപ്പനങ്ങാടിയിലും പാർട്ടികൾ സ്വന്തം നിലയിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. 10ഓളം പഞ്ചായത്തുകളിൽ ഇപ്പോഴും സീറ്റ് തർക്കം പരിഹരിക്കാനായിട്ടില്ല. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലെ പ്രതിസന്ധിയാണ് മലപ്പുറത്തെ UDF-ൽ ഇത്തവണ. മുന്നണി ബന്ധം നിലനിർത്താൻ നിയോഗിച്ച ഉപസമിതി ചർച്ചകൾ സീറ്റ് വിഭജനത്തെ ചൊല്ലി എങ്ങുമെത്താതെ നിൽക്കുന്നു. മലപ്പുറം, താനൂർ, പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റികളിലെ സീറ്റ് വിഭജനമാണ് പുതിയ തലവേദന. മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ലീഗ് വിമതൻ മത്സരിച്ച കോൺഗ്രസിന്റെ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് ലീഗ്. ഉപസമിതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ ചർച്ചയ്ക്ക് പോലും ലീഗ് തയ്യാറാകുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ പരാതി. വേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം ഞങ്ങൾ ഒരു മുന്നണി സംവിധാനം തകർക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മുന്നണി എന്ന് പറയുന്ന സംവിധാനം നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടത് കോൺഗ്രസ് മാത്രമാണ് എന്നൊരു സമീപനം ഒരിക്കലും ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല. പരപ്പനങ്ങാടിയിൽ ലീഗിനെതിരെ CPM-നെ ഉൾപ്പെടെ ചേർത്ത് ജനകീയ വികസന സമിതിയുമായാണ് കോൺഗ്രസ് മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. കൊണ്ടോട്ടിയിൽ ലീഗുമായി കൂട്ടുവേണ്ടെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ വാദം. പോരൂരും കരുവാരക്കുണ്ടും ചോക്കാടും സ്വന്തം നിലയിൽ ലീഗും കോൺഗ്രസും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. പൊന്മുണ്ടത്തും പോർവിളിച്ചാണ് പ്രചാരണങ്ങൾ. സമിതി രൂപീകരണത്തിന് ശേഷമുണ്ടായ തർക്കങ്ങൾ പരിഹരിക്കാൻ പോലും മലപ്പുറത്തെ ഉപസമിതിക്കായില്ലെന്നാണ് മുന്നണിയിലെ പുതിയ പടയൊരുക്കങ്ങൾ തെളിയിക്കുന്നത്. ഷെഫീഖ് തച്ചുപറമ്പൻ, റിപ്പോർട്ടർ, മലപ്പുറം.